വണ്ടിപ്പെരിയാർ ധർമാവലി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഗ്രാമവാസികളുടെ ആവശ്യപ്രകാരം ആരംഭിച്ച ബസ് സർവീസിന്റെ ഉദ്ഘാടനവും നടന്നു. പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ കുരിശുമൂട് ധർമാവലി റോഡിന്റെ 700 മീറ്റർ ദൂരം വരുന്ന ഭാഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് ഉള്ളത്. നിരവധിയായ സാധാരണക്കാരും കർഷകരും തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും ആശ്രയിക്കുന്ന വഴിയാണ് ഇത്. മുൻപ് ഒരുപാട് ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ത്രിതല പഞ്ചായത്തുകൾ തുക വകയിരുത്തി കുറെ ഭാഗങ്ങൾ റോഡ് പണി ചെയ്തിരുന്നു. എന്നാൽ ഒന്നും എങ്ങും എത്തിയിരുന്നില്ല. ഇതോടെയാണ് നാട്ടുകാർ വാഴൂർ സോമൻ MLA സമീപിച്ചത്. റോഡ് നവീകരണത്തിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷം 40 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 2 റീച്ചുകളിലായി തൊമ്മൻ കോളനി ഉൾപ്പെടുന്ന ഭാഗത്തുകൂടി 700 മീറ്റർ ദൂരത്തിലാണ് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ഒരു ദൂരക്കാഴ്ചയോടെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഗവിയിൽ നിന്ന് വരുന്ന വണ്ടികൾ ആളുകൾക്ക് പീരുമേട് എത്തിച്ചേരാനുള്ള എളുപ്പപാതയാണ് ഈ റോഡ്. ഇത് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. കുരിശുമൂട് തൊട്ട് കല്ലാർകവല വരെ ഈ റോഡ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതോടൊപ്പമാണ് പ്രദേശത്തേക്ക് വീണ്ടും സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചത്. ഇതോടെ റൂട്ടിലെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമായി. മുബാറക് എന്ന സ്വകാര്യ ബസ്സാണ് സർവീസ് ആരംഭിച്ചത്. രാവിലെ 8 മണിക്ക് ധർമാവേലിയിൽ നിന്നും ആരംഭിച്ച് വൈകുന്നേരം 7 മണിക്ക് ധർമാവേലിയിൽ തന്നെ സമാപിക്കുന്ന സർവീസാണ് ആരംഭിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഉൾഗ്രാമമായ ധർമാവേലിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. ഇതിനെ ആഘോഷപൂർവ്വമാണ് വരവേറ്റതും. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ പീരുമേട് MLA വാഴൂർ സോമൻ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, വാർഡ് മെമ്പർ ഷീല കുളത്തിങ്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM നൌഷാദ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം S ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ നാട്ടിലെത്തിയ വാഹനത്തിൽ പൂമാലയണിയിച്ചാണ് സ്വകാര്യ ബസിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചത്. ഇതോടെ ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്കും ഗ്രാമവാസികൾക്കും യാത്രാക്ലേശം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.